ഹായ്, എസ്.എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്നേഹിക്കുന്ന ആള് മിസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അതേപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ് അവർ നമ്മളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. അതായത് മിസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ഒന്ന് അറിയണം എന്നുള്ളത്. സോ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അത് അറിയാൻ പറ്റുക എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് എങ്ങനെ അറിയാൻ പറ്റും, അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ പറയാനായിട്ട് പോകുന്നത്. സോ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, പെട്ടെന്ന് തന്നെ പ്രത്യേകിച്ച് റീസണും കാര്യങ്ങളൊന്നും ഇല്ലാതെ മെസ്സേജും കോളൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നു എന്നുള്ളതാണ്. അതായത് കഴിച്ചോ, എന്താ ചെയ്യുന്നത്, സുഖമാണോ, കുഴപ്പമില്ലല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല, അത് നിങ്ങളോട് സംസാരിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊക്കെയാണ്. അതായത് നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, കുറച്ച് സമയം അധികം സംസാരിക്കണം എന്നൊക്കെയുള്ള ചിന്ത കൊണ്ടാണ് അവരങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോൾ മെസ്സേജൊക്കെ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ചിലപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ പോലും അവരങ്ങനെ ചെയ്യുന്നുണ്ടാവും. അത് നിങ്ങളെ മിസ് ചെയ്യുന്നത് കൊണ്ടാണ്, പെട്ടെന്ന് നിങ്ങളെക്കുറിച്ച് ഓർമ്മ വരുന്നത് കൊണ്ടും മിസ് ചെയ്യുന്നത് കൊണ്ടൊക്കെയാണ് അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ലാതെ ഒരു മെസ്സേജ് ഒക്കെ അവരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടായിരിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഓൾഡ് മെമ്മറീസ് ഒക്കെ അവരെടുത്തെടുത്ത് പറയും എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ മുമ്പേ നിങ്ങൾ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ജോക്സോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടുള്ള കാര്യമോ അങ്ങനെ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള, നിങ്ങളുടെ കൂടെ എൻജോയ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് അവരെങ്ങനെ എടുത്ത് സംസാരിക്കുന്നുണ്ടാവും ചില സമയങ്ങളിലൊക്കെ. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെമ്മറി അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു സമയം അവർക്ക് അത്രയും വിലപ്പെട്ടതായിരുന്നു, അത്രയും ഇഷ്ടമുള്ളതാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ ആ ഒരു കാര്യം ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾ മറന്നുപോയിട്ടുള്ളൊരു കാര്യമായിരിക്കാം, പക്ഷേ അവർക്കത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതായിരിക്കാം, അല്ലെങ്കിൽ അവർ ഇപ്പോഴും അത് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. സോ അങ്ങനെ ഒരു കാര്യം പറയുന്നതും, ഇപ്പം നമുക്ക് നോർമലി അറിയാം, നമ്മൾ മുമ്പത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടായിരിക്കാം ആ ഒരാളെ ഓർമ്മ വരുന്ന സമയത്തും അവരെ മിസ് ചെയ്യുന്ന സമയത്തൊക്കെയാണ്. അപ്പം അത്തരത്തിൽ നിങ്ങളോടും ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളെ മിസ് ചെയ്യുന്നത് കൊണ്ട്, നിങ്ങളെ അവർ ഓർക്കുന്നത് കൊണ്ടുകൂടിയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളോട് ഇപ്പം നമ്മളുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയാനൊക്കെ ഒരു താല്പര്യം കാണിക്കുക, അതിനെക്കുറിച്ച് ചോദിക്കുക ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ജെന്യുവനായിട്ട് അവർക്ക് നമ്മളോട് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടും നമ്മളെ മിസ് ചെയ്യുന്നത് കൊണ്ടാണ്. അതായത് ഇപ്പം നമ്മുടെ ലൈഫ് എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യം, ആ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി അവർക്കുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ലാത്ത ഒരാൾ പോലും ആയിരിക്കാം, അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ പോലും അവരങ്ങനെ ഒരു ക്യൂരിയോസിറ്റി കാണിക്കുന്നുണ്ട്, താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലെ കാരണം എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല ഓർക്കുന്നത് കൊണ്ട് കൂടിയാണ് അവരങ്ങനെ ഇപ്പം നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് താല്പര്യം കാണിക്കുന്നുണ്ടാവുക. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്തൊരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ യാതൊരു രീതിയിലും അവർ നമ്മൾ മെസ്സേജും കോളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു കോൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു മെസ്സേജ് വരുന്നുണ്ട്, എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെക്കുറിച്ച് അവർ ഓർത്തത് കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു ജെന്യുവൻ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള താല്പര്യവും ഓർമ്മയും ഒക്കെ നമ്മളെക്കുറിച്ച് അവർക്കുണ്ട് എന്നുള്ളതാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അയക്കുന്ന മെസ്സേജും കോളൊക്കെ കുറച്ച് ഡിലേ ആയെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് തീരെ കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലായിരിക്കും അവർ ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. അത് വേറൊന്നും കൊണ്ടല്ല, അവരൊരു മെസ്സേജും കോളൊക്കെ നമ്മൾക്ക് അയക്കുന്നുണ്ടാവുക അവരാഗ്രഹിക്കുന്നത് കൊണ്ടാണ്. നമ്മളുടെ കോള് വരണം അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ലേറ്റ് ആകുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടൊരു കംഫർട്ടബിൾ അല്ലാത്തതുപോലെ ഫീൽ ചെയ്യും. എന്താ എടുക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് മെസ്സേജിന് റിപ്ലൈ ഇല്ല, ഈ രീതിയിൽ അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾ കോൾ എടുക്കുന്നത് വരെ അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് വരെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും. അത്രയും സമയം അവർ നിങ്ങളെ മിസ് ചെയ്തുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ അവർ ചോദിക്കും, എന്താണ് നീ കോൾ എടുക്കാത്തത്, അല്ലെങ്കിൽ എന്താ മെസ്സേജ് അയക്കാത്തത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇപ്പം നമ്മൾ അവരയച്ചൊരു മെസ്സേജോ കോളോ കാണുന്നില്ല, എടുക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവർ നമ്മൾക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നതും നമ്മളെ മിസ് ചെയ്യുന്നത് കൊണ്ടാണ് അവർ നമുക്ക് മെസ്സേജ് അയക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല അത്രയും സമയം നിങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളെ ഓൺലൈനിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുക. അതായത് അവർ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ കയറുമ്പോഴോ ഇൻസ്റ്റയിൽ കയറുമ്പോഴൊക്കെ നിങ്ങളെ ആക്റ്റീവായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ടായിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എടുത്ത് നോക്കിയത് കൊണ്ടാണ്. നിങ്ങളുടെ ചാറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോൾ നിങ്ങൾ ആക്റ്റീവായിട്ട് കണ്ടു. അത് എടുത്ത് നോക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണ്. അപ്പം അങ്ങനെ എടുത്ത് നോക്കുമ്പോഴാണ് നിങ്ങൾ ആക്റ്റീവായിട്ട് കാണുന്നുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിലുണ്ടെന്ന് കാണുന്നുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് ആൾ ചിലപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കും. ചിലപ്പോൾ തിരക്കൊക്കെ ആയിരിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ തിരക്കാണെങ്കിൽ കൂടി ഒരു 2 മിനിറ്റ് മെസ്സേജ് അയക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നിങ്ങളടുത്ത് പറയുന്നുണ്ടാവും. അതും നിങ്ങളെ മിസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ
നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊന്നുമല്ല, അവർ നമ്മളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ അവർ ഒരുപാട് ജലസിയൊക്കെ നിങ്ങളത് കാണിക്കുന്നുണ്ടെങ്കിൽ, ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഒരു ജലസി അവരുടെ ബിഹേവിയറിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ മൂഡിനനുസരിച്ച് അവരുടെ മൂഡ് ചേഞ്ച് ആവുന്നുണ്ട്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവർക്ക് നമ്മളോട് എത്രത്തോളം ഇഷ്ടമുണ്ട്, അവർ നമ്മൾ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നോക്കിയാൽ തന്നെ മതിയാവും നിങ്ങൾക്ക് ഏകദേശം അവരുടെ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ ഇങ്ങനെ താല്പര്യപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. അതെങ്ങനെ അറിയണമെന്ന് ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അതെങ്ങനെ അറിയണം എന്നൊരു വഴി നോക്കി നിൽക്കുന്ന ഒരാളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, ശരിക്കും അവർക്ക് നിങ്ങൾ ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത്. സോ എന്തായാലും ഇതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്